നമസ്തേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്ന് പറയാൻ പോകുന്നത് കുടവയർ അല്ലെങ്കിൽ പോട്ട് ബെല്ലി കൊണ്ടുള്ള പ്രശ്നങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, കുടവയർ വന്നാൽ ആദ്യം ആ മനുഷ്യനെ, ആ വ്യക്തി സ്ത്രീയോ പുരുഷനോ, അത് അവരുടെ ഭംഗി, അവരുടെ കാഴ്ചയെ ശരിക്കും ബാധിക്കും. കുടവയറ് ചാടിയിരിക്കുന്ന ഒരാൾ, അയാളുടെ രൂപഭംഗിയെ തീർച്ചയായിട്ടും അത് ബാധിക്കും. പിന്നെ കുടവയറ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ: ഹൃദ്രോഗ സാധ്യത കൂടുന്നു, ഷുഗർ വരാൻ വളരെ സാധ്യതയുണ്ട്, ഫാറ്റി ലിവർ എന്ന രോഗം വരും, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരും, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരും, മുട്ടുകാലിന് ഭാരം കൊണ്ട് വേദന ഉണ്ടാവും, ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്യാൻസർ സാധ്യത കൂടുതലാണ്, പ്രതിരോധ ശേഷി വളരെ കുറയുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ കുടവയറ് കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രശ്നം. അപ്പം ഇതിനെ എങ്ങനെ പരിഹരിക്കാം? അതിന് പറ്റുന്ന 2 എക്സർസൈസുകളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ വ്യായാമം ചെയ്യേണ്ടത് രാവിലെ ഭക്ഷണത്തിന് മുമ്പാണ്. എന്നും ചെയ്യേണ്ടതാണ്. എന്നും നമ്മൾ കുളിക്കുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ഈ വ്യായാമവും വെറും വയറ്റിൽ ഇത്രയും നേരത്തെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പം വീഡിയോയിലേക്ക്, ആ ഡെമോയിലേക്ക് കടക്കുന്നു. കുടവയർ അല്ലെങ്കിൽ ബെല്ലിപ്പോട്ട്, അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് എൻ്റെ ഒരു വ്യായാമ മുറയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള 2 വ്യായാമ മുറയിൽ ഒന്ന് കാലിൻ്റെ പാദം പൊക്കിയുള്ളതും രണ്ടാമത്തത് കാൽമുട്ട് മടക്കിയുള്ളതുമാണ്. കാൽപാദം പൊക്കിയുള്ളത് അത് തന്നെ 2 പോസ്റ്ററിൽ ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് കംഫർട്ടായിട്ടുള്ള അത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. നമ്മൾ ഒരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലുള്ള ഏതെങ്കിലും കട്ടിയുള്ള ഏതെങ്കിലും വസ്തുവിലോ നേരെ ഫ്ലാറ്റായിട്ട് കിടക്കുക. പാദം ചേർത്ത് വെക്കുക, കൈ കമഴ്ത്തി വെക്കുക. എന്നിട്ട് പാദം നേരെ മുകളിലോട്ട് പൊക്കുക, താഴെയോട്ട് കൊണ്ടുവരിക. ഉപ്പൂറ്റി നിലത്ത് മുട്ടാൻ പാടില്ല. ഇങ്ങനെ 10 പ്രാവശ്യം. ഇത്രയും വ്യായാമം 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഇനി ഇത് തന്നെ രണ്ടാമതൊരു പോസ്റ്ററിൽ കൂടി ചെയ്യാം. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ അവരത് തിരഞ്ഞെടുക്കുക. 2 കൈ ഇങ്ങനെ എടുക്കുക, തലയുടെ പുറകിൽ ഇങ്ങനെ കൊരുത്ത് പിടിക്കുക. എന്നിട്ട് പാദം ചേർത്ത് വെച്ചിട്ട് അതുപോലെ കാലുമോട്ട് പൊക്കുക, ഉപ്പുറ്റി താഴെ വരെ കൊണ്ടുവരിക, കഴിയുന്നത്ര താഴെ കൊണ്ടുവരിക. നാം നിലത്ത് മുട്ടരുത്. നിർത്തുമ്പം ഉപ്പൂറ്റി പൊട്ടോന്ന് താഴോട്ട് ഇടാൻ പാടില്ല. ഉപ്പൂറ്റിക്ക് ഡാമേജ് സംഭവിക്കും.
ഇത് നമ്മളുടെ 6 പാക്കിലെ താഴത്തെ 2 പാക്കിന്റെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അടിവയറിന്റെ ചാട്ടം കുറയും. അടുത്തത് കാൽമുട്ട് മടക്കി ഉള്ള വ്യായാമം പറയാം. കൈ ഇങ്ങനെ നേരെ പിടിക്കുക, കാൽമുട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇതേപോലെ ഈ കൈയുടെ ഇടയ്ക്കോട്ട് 2 മുട്ടുകളും ഉള്ളിലോട്ട് വരിക. കഴിയുന്നത്ര ഉള്ളിലോട്ട് വരും. ഓരോ വ്യായാമ മുറയും 10 വെച്ച് 3 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു വ്യായാമ മുറ തന്നെ 30 പ്രാവശ്യം ചെയ്യണം. രണ്ടാമത്തെ വ്യായാമ മുറ അതുപോലെ 10 വെച്ച് 3 സെറ്റ് 30 പ്രാവശ്യം, മൊത്തത്തിൽ 60 പ്രാവശ്യം. ഈ 2 വ്യായാമ മുറകളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ദിവസവും ചെയ്യുക. തീർച്ചയായിട്ടും എന്നും ചെയ്താൽ ഇതിന് നല്ല ഫലമുണ്ടാവും. ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കുടവയറിന്റെ 70% കുറഞ്ഞു കിട്ടും. ബാക്കി ഒരു 30% ഒരു 3 മാസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് പ്രാവർത്തികമാക്കുക. നന്ദി, നമസ്കാരം.